അവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ഞാൻ പറയുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കിയാൽ നന്നായിരിക്കും എന്നതാണ് എൻ്റെ ചിന്ത. രാവിലെ എഴുന്നേറ്റ് ജനലൊക്കെ തുറന്നിട്ട് കഥവൊക്കെ തുറന്ന് ശുദ്ധമായി വരട്ടെ, അല്പം നേരം നല്ല ശ്വാസം എടുത്ത് വയറ്റിൽ നിറച്ച് നിർത്തുക. ഒരു 30 സെക്കൻഡ് എടുക്കുന്ന ശ്വാസം 31 സെക്കൻഡ് കൊണ്ട് പുറത്തേക്ക് കളയുകയും ചെയ്യും. 4-5 പ്രാവശ്യം എല്ലാ ദിവസവും ചെയ്താൽ ഇത് ഉത്തമമായിരിക്കും, നല്ലതായിരിക്കും. ഇൻറ്റേർണൽ ഓർഗൻസിനൊക്കെ വളരെ ശക്തി കിട്ടും. ഇതൊന്നുമല്ല എൻ്റെ വിഷയം ഇതാണ്. നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മനസ്സിൽ ഉരുവിടുക, നല്ലത് ഇന്ന് എനിക്ക് ഭവിക്കുകയുള്ളൂ. ഇത് നമ്മുടെ മനസ്സിലൊരാഗ്രഹമാണ്, മനസ്സിലിത് ആഗ്രഹം ഉണ്ടായിരിക്കുകയും ചെയ്യണം. നല്ലത് നമുക്ക് സ്വീകരിക്കാൻ, നല്ലത് മാത്രമേ എനിക്ക് സംഭവിക്കുകയുള്ളൂ എന്ന് പറയാനും നമുക്ക് കഴിയണം. ഇതിനാദ്യം വേണ്ടുന്നത് നിങ്ങളാദ്യം നിങ്ങളെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ സ്വപ്നങ്ങളെ നല്ല രീതിയിൽ താലോലിക്കുക എന്നുള്ളതാണ്. ഉദാഹരണത്തിന്, എനിക്ക് നല്ല ഒരു വാഹനം വേണം, എനിക്ക് വാഹനം കിട്ടും എന്ന് തന്നെ എൻ്റെ മനസ്സിനോട് പറയുക. എനിക്ക് നല്ലൊരു ഭാര്യ വേണം, ഭർത്താവിന് വേണം, നല്ല മക്കളെ വേണം, നല്ല പുസ്തകം വേണം. ഈ നല്ലത് എന്നത് എപ്പോഴും മനസ്സിലുണ്ടാവണം. എൻ്റെ ഇടയ്ക്ക് അത് എത്തും. നിങ്ങൾക്ക് കിട്ടാനുള്ളത് ആദ്യം പിറക്കുന്നത് നിങ്ങളുടെ മനസ്സിലാണ്. ഒരു വീട് നിർമ്മിക്കണമെങ്കിൽ വീട് ആദ്യം മനസ്സിലാണ് പിറക്കണം. മനസ്സിൽ പിറക്കാത്തതൊന്നും ഭൂമിയിൽ പിറക്കപ്പെടില്ല. അപ്പോൾ മനസ്സിൽ പിറക്കും എന്നുള്ളത് സൂക്ഷിക്കുക. ആരെങ്കിലും നിങ്ങളോട് ചോദിച്ചാൽ ജീവിതം എങ്ങനെ പോകുന്നു എന്ന് ചോദിച്ചാൽ സാധാരണക്കാർ പറയുന്നത് തട്ടിമുട്ടി പോകുന്നു പറയരുത്. നന്നായിട്ട് പോകുന്നു, നല്ലതായിട്ട് പോകുന്നു. തട്ടിമുട്ടുക എന്ന വാക്കിനകത്ത് ഒരു നെഗറ്റീവ് മീനിങ് കൂടെ ഉണ്ട്. അതിൻ്റെ വാച്യാർത്ഥത്തിൽ വ്യംഗ്യാർത്ഥത്തിൽ നോക്കുമ്പം ഈ നെഗറ്റീവ് പകുതിയായിട്ട് കിടക്കുകയാണ്. എന്തിനാണ് നെഗറ്റീവ് എടുക്കുന്നത്? നന്നായിട്ട് പോകുന്നു എന്നുള്ളത് എൻ്റെ മനസ്സിൻ്റെ അടിത്തട്ടിൽ നിന്ന് വരണം. നന്നായിട്ട് പോകുന്നു, നന്നായിട്ട് സന്തോഷമായിട്ട് പോകുന്നു. ഒരു ഡോക്ടർ പറയാണ് പനിയുണ്ട്, അസുഖമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും എടാ തൻ്റെ കാല് നല്ലതാണ്, കൈ നല്ലതാണ്, തൻ്റെ കണ്ണ് നല്ലതാണ്, പനി അത് വലിയ കാര്യമില്ല, തൻ്റെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനുള്ളതാണ്. ഡോക്ടർ പറഞ്ഞുകൊണ്ട് താൻ രോഗിയാവുന്നില്ല, തൻ്റെ മനസ്സാണ്. അപ്പോൾ അതിന് ഞാൻ ഒരാളെ പറഞ്ഞുതരാം. മോറിസ് ഗുഡ്മാൻ എന്ന് പറയപ്പെടുന്ന ഒരു മനുഷ്യനുണ്ട്, നെറ്റിൽ കയറി നോക്കണം. അദ്ദേഹം പ്ലെയിൻ ക്രാഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ജീവൻ പൂർണ്ണമായിട്ട് പോകുമെന്ന് പറയാം. നാഡീനരമ്പുകളെല്ലാം നഷ്ടപ്പെട്ടു, ഭക്ഷണം കഴിക്കാനൊക്കില്ല, സംസാരിക്കാനൊക്കില്ല, ചലനശേഷിയില്ല. അദ്ദേഹത്തിനാകപ്പാടെ ഇമയൊന്ന് വെട്ടും, ബോധം അത്ര മാത്രമേ ഉള്ളൂ. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇനി ഒരു കാരണവശാലത്തെ എഴുന്നേൽക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു കാര്യം പറഞ്ഞു. മനസ്സിൻ്റെ അടിത്തട്ടിൽ എന്ന് പറഞ്ഞ് ഞാൻ എഴുന്നേൽക്കും, ഞാൻ ഈ ഹോസ്പിറ്റലിൽ നടന്നു പോകും. നിങ്ങൾ മോറിസ് ഗുഡ്മാനെ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്യും. കുട്ടികൾ പ്രത്യേകിച്ച് യുവജനങ്ങളും കുട്ടികൾ മോറിസ് ഗുഡ്മാനെ സെർച്ച് ചെയ്ത് എന്താണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ഉള്ളിൽ വന്ന ത്രസ്റ്റ് അത് കണ്ടുപിടിച്ച്, അതൊക്കെ നല്ല പാഠങ്ങളാണ്. ഈ നല്ല പാഠങ്ങൾ തുറക്കാതെ പോകരുത്. പിന്നെ ആരെങ്കിലും നിങ്ങളോട് സമ്പത്ത് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ ഇല്ലയെന്നല്ല പറയണ്ടേ, ഉണ്ട്. ഇനി ഒരുപക്ഷെ നിങ്ങളുടെ ഇല്ലെന്ന് നിങ്ങളുടെ മനസ്സിൽ തോന്നിയപ്പോൾ അത് ഇല്ലെന്ന് വരരുത്. അതുകൊണ്ട് നിശബ്ദത പാലിച്ച് പൊക്കോളുക. ഉണ്ട് എന്നുള്ള ബോധ്യം നിങ്ങൾക്ക് വീണ്ടും വീണ്ടും കൂടുതൽ കിട്ടാനായിട്ടുള്ള സാധ്യതയാണ്. ഇനിയും നിങ്ങൾ പൂർണ്ണതയാണ് ആഗ്രഹിക്കുന്നത്, അപൂർണത വേണ്ട, പൂർണ്ണതയാണ്. എനിക്ക് പൂർണ്ണതയുള്ള ഒരാളിനെ കിട്ടും. ഈ അപൂർണത എന്നൊരു സംഭവമില്ല. കാക്കയിൽ തന്നെ കാക്ക കറുപ്പാന്ന് പറയും, പക്ഷേ കാക്ക കറുപ്പിനകത്ത് അഴകുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു ഉദാഹരണം പറയാം. മീൻ വിൽക്കുക കച്ചവടക്കാരനായിട്ടിരിക്കുന്നത്, കച്ചവടക്കാരൻ മാത്രം ചിന്തിക്കുക. അവർ ഏതെങ്കിലും സാധനം മോശമെന്നാണോ പറഞ്ഞത്? സൂപ്പറാണ്. എന്നാൽ അവരോട് തന്നെ ജീവിതം ഒന്ന് വെച്ച് നോക്കുകയും അവരപ്പോൾ പറയും അതൊക്കെ ഇങ്ങനെ പോകുന്നു കേട്ടോ. മീൻ സൂപ്പറാണ്, മുട്ട സൂപ്പറാണ്, അവിടെ ഇരിക്കുന്ന എല്ലാ സാധനവും സൂപ്പറാണ്, സൂപ്പർ ഇന്ന് സൂപ്പർലേറ്റീവ് ഡിഗ്രിക്കകത്തുള്ള പറയും. പക്ഷേ ജീവിതം ചോദിക്കുമ്പോഴോ അവിടെയാണ് കണ്ടോ. നമ്മുടെ സ്വന്തം കാര്യം വരുമ്പോൾ നമ്മളതിലേക്ക് നെഗറ്റീവായി മാറുന്നു. അത് പാടില്ല. എന്നിട്ട് ഞാൻ പെട്ടെന്ന് നിർത്തുകയാണ്. നമ്മൾ ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ഇത് ഉട്ടോപ്പയിനിട്ട് നടക്കത്തില്ലെന്ന് പറയും. അതൊക്കെ അങ്ങനെ വിമർശനം വരുമെന്നേ. വിമർശിക്കാതെ ഒരിക്കൽ ചിലർക്ക് ഇങ്ങനെ വിമർശിച്ചെങ്കിൽ മാത്രമേ ഫേമസ് ആവാൻ സാധ്യതയുള്ളൂ. കാരണം അറിയോ, ഗാന്ധിയെ വെടിവെച്ച് കൊന്നു നാഥുറാം ഗോഡ്സെ ഗാന്ധിയോടൊപ്പം തന്നെ നാടിന് അറിയാവുന്ന, അവിടെ നിൽക്കട്ടെ, വിമർശനം കൊണ്ട് പ്രശസ്തരാകുന്നവരവർ. ഉപ്രസക്തി എടുത്തരാം. ഒരു കാര്യം പറയാം, പക്ഷേ നമുക്കൊക്കെ ഈ മുമ്പോട്ട് പോകുമ്പോൾ 100 തെറ്റായ ഉത്തരം എഴുതി തോക്കുന്നതിനൊക്കെ ഉള്ളത് ഒരു ശരിയായ ഉത്തരം എഴുതി 1 മാർക്ക് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ ശരിക്കും പോകും. പിന്നെ രണ്ടാമത്തേതും, കാട്ടിൽ നിവർന്ന് നിൽക്കുന്ന തടിയെ മനുഷ്യൻ കയറി ആദ്യം വെട്ടുള്ളൂ അല്ലേ, അല്ലാതെ വളഞ്ഞു വെട്ടത്തില്ല വീട് വെക്കാനായിട്ട്. നിവർന്ന് നിൽക്കുന്നതിനെ വെട്ടിക്കോട്ടെ, സാറില്ല. പിന്നെ മനോഹരമായൊരു പൂന്തോട്ടത്തിൽ കയറി മണമുള്ള പൂവേ മനുഷ്യർ ഇറക്കത്തുള്ളൂ. ഇരുത്തോട്ടെ എന്ന് വിചാരിച്ച് പൂ വീണ്ടും കായ്ക്കും
എന്ന് ചിന്തിക്കുക. അപ്പോൾ മനസ്സ് മുഴുവൻ പോസിറ്റീവായിട്ട് ഒരുപാട് കാര്യങ്ങൾ നിറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എന്തിലും നന്മ വരും എന്ന് ചിന്തിച്ച് മുന്നേറാൻ സാധിക്കട്ടെ. ജോൺസൺ കരൂർ. എൻ്റെ ടോക്സ് എല്ലാം തന്നെ എൻ്റെ യൂട്യൂബിലുണ്ട്. ദർശൻ എന്ന പേരിലാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ ജോൺസൺ കരൂർ എന്ന് അടിച്ചു കൊടുത്താൽ ഗൂഗിൾ തന്നെ കിട്ടും. അപ്പോൾ ഇന്ന് രണ്ട് കാര്യങ്ങളാണ്. എൻ്റെ ടോക്സൊക്കെ ഗൂഗിളിൽ കിട്ടാനോ യൂട്യൂബിൽ കിട്ടാനോ ആഗ്രഹമുള്ളവർ എല്ലാ ടോക്സും യൂട്യൂബിൽ കിടപ്പുണ്ട്. ഞാൻ വലിയ ടോക്സൊന്നും തരുന്ന ആളല്ല, എങ്കിലും എൻ്റെ ചിന്തകൾ അവിടെ, ചിതറിയ ചിന്തകൾ എവിടെയെങ്കിലും അവിടെ കാണും. പിന്നെ രണ്ടാമത്തെ കാര്യം, എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ ജീവിതത്തിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് പഠിക്കുന്ന ആളല്ല, ജീവിതം ഇങ്ങനെ പോകുമ്പോൾ എന്തെങ്കിലും പഠിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ നിർത്തുന്നു തൽക്കാലം. എൻ്റെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഞാൻ പറഞ്ഞ ആളിനെ മറക്കല്ലേ, മോറിസ് ഗുഡ്മാൻ. Search into Google. All the students who are listening my words, please go to Google and search who is Morris Goodman. He was a pilot. He was fighting for his life instead of all the obstacles which he faced. Johnson Karu.